ശങ്കളെ ഈ 3 ഡ്രമ്മിലെ 3 തൈകൾ സെറ്റ് ചെയ്യുന്ന വീഡിയോസ് ആട്ടോ. ഒന്ന് കറിവേപ്പില, ഒന്ന് ഒരു മാവിൻ്റെ തൈ, ഒന്ന് പേരത്തൈ. ഈ 3 തൈകൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന വീഡിയോസ് ആട്ടോ കാണിക്കുന്നത്. ആദ്യം നമ്മൾ ഈ ഡ്രമ്മിനെ അറിയാത്തവർക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ടാങ്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യട്ടോ. ചെയ്ത മാർക്കിനെ റൗണ്ട് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സാധനം എടുക്കട്ടോ. എന്നിട്ട് ഇതിന് കറക്റ്റ് മാർക്കില്ലേ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാനോ കറക്റ്റ് ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. ആ മാർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ കറക്റ്റ് സെൻറ്റർ കിട്ടും. റൗണ്ടിൽ കണ്ടോ വരയ്ക്കട്ടോ, കട്ട് ചെയ്യട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞു. 2 പീസ് നമുക്ക് കിട്ടി. ഇനി നമുക്കൊന്ന് ക്ലീൻ ആക്കണം. പിന്നെ ഈ ഡ്രില്ല് എടുത്തിട്ട് 3 ഹോൾസ് ഇടേണ്ടതുണ്ട്. നമ്മൾ ഡ്രമ്മ് കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ടോ കണ്ടാ. ഇനി നമ്മൾ ഹോൾസ് ഇടാൻ പോവാണ്. അടിഭാഗല്ലേ, ഇതിന്റെ അടിഭാഗത്ത് നിന്ന് മേപ്പോട്ട് 1.5 ഇഞ്ച് കയറ്റി വെച്ചിട്ട് 3 ഭാഗത്ത് 3 ഹോൾസ് ഇടണം കേട്ടോ. 3 ഡ്രമ്മും നമ്മൾ എന്ത് ചെയ്തു ഹോൾസ് ഇട്ട് കഴിഞ്ഞിട്ടോ. ആദ്യം നമ്മളെ 3 ഡ്രമ്മിലും മെറ്റൽ ഇടണം. ഡ്രമ്മിൽ നമ്മൾ എന്ത് ചെയ്ത് മെറ്റല് ഫില്ല് ചെയ്തിട്ടോ. ഈ ഹോൾസ് ഇല്ലേ 3 ഹോൾസ് അതിൻ്റെ അടിഭാഗം സെയിം ആയിട്ട് അല്ലെങ്കിൽ അതിന് കണക്കായിട്ട് നിരത്തി ഫില്ലാക്കട്ടോ. പിന്നെ രണ്ടാമത്തെ നമ്മൾ ചെയ്യേണ്ട എന്താ ചകിരില്ലേ, പൊളിച്ച് ഉണങ്ങിയ ചകിരി, ഇങ്ങനത്തെ ചകിരി, ആ ചകിരി ഇങ്ങനെ വെച്ചിട്ട് വെക്കുക. അടുപ്പിച്ച് വെക്കാം കേട്ടോ. ഇതുപോലെ അടുപ്പിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ചകിരി ഇതേപോലെ ഉണ്ടോ, ഇതാ ഇതുപോലെ 3 ഡ്രമ്മിലും ചകിരി ഇതുപോലെ അങ്ങോട്ട് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഓരോ ഡ്രമ്മിലേക്ക് 3 കൊട്ട വീതം നമ്മൾ മൊത്തം 9 കൊട്ട മണ്ണെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം കൊട്ട കേട്ടോ, വലിയ കൊട്ടയല്ല. ഈ മണ്ണിലേക്ക് നമ്മൾ ഇതുപോലത്തെ 2 ചട്ടി ചാണകപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ, വളം. പിന്നെ വേപ്പിൻ പിണ്ണാക്ക് 1 കിലോ എടുത്തിട്ടുണ്ട് ഞാൻ. ഡോളോമേറ്റ് ഇതാ, അത് 500 ഉണ്ട്. ഇത് നമുക്ക് 2-2.5 പിടി ഇട്ടാൽ മതി കേട്ടോ. ഇങ്ങനത്തെ 2.5 പിടി. ഈ വേപ്പിൻ പിണ്ണാക്ക് ഇത് പൊടിക്കാത്തതാണ്. ഒന്ന് വെള്ളം കുറച്ചൊന്ന് കുടഞ്ഞിട്ട് ഒന്ന് ഇടിച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പൊടിയാക്കാം. എന്നിട്ട് ഇടാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ചാണകപ്പൊടി ഇട്ടാണ്. 1 ഇട്ടോ, രണ്ടാമത്തെ ഇട്ടു. ഇനി വേപ്പിൻ പിണ്ണാക്കണ്ടല്ലോ, അല്ല പൊടിച്ചില്ലേ, അല്ല വേപ്പിൻ കേട്ടാ. ഡോളോമേറ്റ് ഇത് നല്ലോണം മിക്സ് ചെയ്യണേ. മേൽമണ്ണേ, അതായത് നമ്മുടെ തൊടിയിലൊക്കെ മേൽമണ്ണ് ഉണ്ടെങ്കിൽ അതാട്ട് ഏറ്റവും ബെറ്റർ. മേൽമണ്ണ് പറഞ്ഞാൽ ഒരു 2 കനത്തിലുള്ള മണ്ണുണ്ടാവുമല്ലോ, 2 കനത്തിലുള്ള മണ്ണ്, അതാട്ട് ഏറ്റവും നല്ലത്. അത് കിട്ടാത്തവർക്ക് ഇതേപോലെ മിക്സ് ചെയ്ത് 2 ആഴ്ചയൊക്കെ ചെയ്തതിന് ശേഷം നനച്ചിട്ട് വീണ്ടും ഇതേപോലെ സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യാണ് കേട്ടോ. ഓക്കെ, മൂന്ന് ഡ്രമ്മിൽ നമ്മൾ മണ്ണ് നിറച്ച് കഴിഞ്ഞിട്ടോ. മണ്ണ് നിറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ, ഏത് ഈ ബാഗ് ഉണ്ടല്ലോ, ഈ മാത്തയിൻ്റെ ബാഗ്, ഇത് വലിയൊരു ബാഗാണ്. ഈ ഒരു കറിവേപ്പിലിൻ്റെ ബാഗില്ലേ, ഇത് ചെറിയ ബാഗാണ്. ചെറിയ ബാഗ് ആകുമ്പോൾ നമ്മൾ കുറച്ച് ജാസ്തിയായിട്ട് മണ്ണിൽ നിറക്കേണ്ടതുണ്ട്. കണ്ടില്ലേ, കണ്ടോ, നേരെ കുറച്ച് ഇതാവുമ്പോൾ മണ്ണ് കുറച്ചധികം നിറക്കാവൂ. അതിനൊരു കാരണമുണ്ട്. ഈ മാവിൻ്റെ ഈ മണ്ണില്ലേ, ഇവിടുത്തെ മണ്ണ് അത് ഇവിടെ വരെ വരാൻ പാടുള്ളൂ കേട്ടോ. അതായത് ഇവിടെ വരെ സൈഡിലൊക്കെ മണ്ണിട്ട് കഴിഞ്ഞിട്ട് ഈ ഭാഗം ഇവിടെ വരെ വരാൻ പാടുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് കാലിയായിരിക്കണം. നമുക്ക് വളങ്ങളൊക്കെ ചെയ്യേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മൾ പേരത് നടുക കേട്ടോ. അപ്പോൾ പേരത് നടുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ഒരു 2 കൊമ്പിന് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം ഇങ്ങോട്ടുള്ളതാണ് പ്രൂൺ ചെയ്യാനേ. രണ്ട് കൊമ്പിന് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് വേറെ കോടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, വേറെ കോഡിനെ നമ്മൾ ഇതിനെ പ്രൂൺ ചെയ്തിട്ട് ലെവലാക്കി കൊണ്ടുവരട്ടാ. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ആക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കവർ കട്ട് ചെയ്യാം. എന്നിട്ട് പകുതി കട്ട് ചെയ്യട്ടോ. എന്നിട്ട് പകുതി ഇങ്ങനെ പിടിക്കുക കേട്ടാ. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ മരടില്ലേ ഇവിടെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇതാ കേട്ടോ, കണ്ടില്ലേ, ഇങ്ങോട്ട് വെക്കുക. സെറ്റ്. രണ്ടാമത് മാവിനായിട്ട് വെക്കണേ. മാവിൻ്റെ കവർ കട്ട് ചെയ്യാണ്. 3 നമ്മൾ ഡ്രമ്മിലേക്ക് സെറ്റ് ചെയ്തിട്ടോ. അപ്പോൾ ഈ തൈ വെച്ചതിന് ശേഷം
ഇതിന് സൈഡ് കണ്ടില്ലേ, ഈ 3 ഡ്രമ്മിന് സൈഡ് ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ നമ്മൾ ഈ ബാലൻസ് ഉള്ള മണ്ണ് ഇട്ടിട്ട് ബാലൻസ് ഉള്ള ഈ മണ്ണില്ലേ അത് എടുത്തിട്ട് ഫില്ലപ്പ് ആക്കട്ടോ. അതേപോലെ സൈഡ് ഇങ്ങനെ ഫില്ലപ്പ് ആക്കുക. 3 ഡ്രമ്മിലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കറിവേപ്പില, മാവ്, പേര കണ്ടില്ലേ, അടിപൊളിയായിട്ട്. ഇനി 1 മാസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നിങ്ങള്? സ്ലറി രൂപത്തിലുള്ള വളപ്രയോഗം ചെയ്യാം. 1 മാസത്തിന് ശേഷം, 1 മാസം ഒന്നും ചെയ്യണ്ട, എല്ലാ സംഗതിയിലും ഇതിലുണ്ട് സെറ്റാണ്. 1 മാസം കഴിഞ്ഞിട്ട് 2 ആഴ്ച ഇടവിട്ടിട്ട് സ്ലറി രൂപത്തിലുള്ള വളപ്രയോഗം ചെയ്യുക. നമ്മളതിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സ്ലറി രൂപത്തിൽ എങ്ങനെ വളപ്രയോഗം ചെയ്യേണ്ടതുണ്ട്, അറിയാത്തവരും കാണാത്തവരും അതിൽ നോക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, 3ന്റെ ചുവട്ടില് നമ്മൾ എന്ത് ചെയ്യാം, കരിയിലിടണം കേട്ടോ. ഇതുപോലെ അതിന്റെ 2ലും ഞാൻ ഇട്ടിട്ടുണ്ട്. കരിയിലിട്ടു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വളപ്രയോഗം ചെയ്യണം. ഇനിയിപ്പോൾ വളപ്രയോഗം ചെയ്യണം. നമ്മളിപ്പോൾ ചാണകപ്പൊടിയാണ് കൊടുത്ത് 1 മാസം കഴിഞ്ഞതിന് ശേഷം ഇനി എന്ത് ചെയ്യാം, നിങ്ങൾ സ്ലറി രൂപത്തിൽ ഇതിലേക്ക് വളപ്രയോഗം ചെയ്യട്ടോ. അല്ലാതെ ഇനി ചാണകപ്പൊടി ഒന്നും ഇടരുത്. ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ട്, ചാണകപ്പൊടി കിട്ടാൽ ഒരുപാട് സമയമെടുക്കും ഇതിന്റെ തണ്ടുകളിലേക്കൊക്കെ വളം വലിച്ചെടുക്കണമെങ്കിൽ. ഞാൻ ഇപ്പോഴത് എന്ത് ചെയ്യാ, മണ്ണ് മിക്സ് ചെയ്ത് കൊടുത്തതാണ്. ഇനി സ്ലറി രൂപത്തിൽ 1 മാസം കഴിഞ്ഞതിന് ശേഷം സ്ലറി രൂപത്തിൽ ഇതിന് വളപ്രയോഗം ചെയ്യട്ടോ. ഞാൻ അതിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ശങ്കളെ ഇങ്ങനെ ഡ്രമ്മിൽ സെറ്റ് ചെയ്താൽ നമുക്ക് ടെറസിന്റെ മുകളിൽ വെക്കാം, എവിടെയും വെക്കട്ടോ. അതുപോലെ സെറ്റ് ചെയ്ത് വെച്ച മാത്തൈകളാണ് ഈ കാണുന്നത് മുഴുവൻ. കണ്ടോ, ഇതുണ്ടോ ഒരു കാട്ടിമൂണ് ഫ്ലവർ ഇട്ടതുണ്ടല്ലേ. ഇതിനൊക്കെ എന്ത് ചെയ്യാൻ സ്ലറി രൂപത്തിലുള്ള വളപ്രയോഗമാണ് ചെയ്യണത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തു, മിക്സ് ആക്കിയപ്പോൾ വളം ചെയ്തു. പിന്നെ ഫുള്ള് സ്ലറി ആട്ടോ. അപ്പോൾ ചങ്കളെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. അതുവരെ താങ്ക് യു.